പ്രധാന വാർത്തകൾ. കേരാമൃതം ഉൽപാദനത്തിനുള്ള പരിശീലനവും സാങ്കേതിക വിദ്യയും കാർഷിക കോളേജിൽ. അക്ഷയശ്രീ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നീര ഉൽപ്പന്നമായ കേരാമൃതം ഉൽപ്പാദനത്തിനുള്ള പരിശീലനം കേരള കാർഷിക സർവകലാശാലയുടെ പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നും ലഭ്യമാണ്. അതോടൊപ്പം കേരാമൃത ഉൽപ്പാദനത്തിന്റെ സാങ്കേതിക വിദ്യ കൈമാറ്റവും പടന്നക്കാട് കാർഷിക കോളേജ് നടത്തും. വിലാസം: അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച്, നാളികേര വിഷൻ, കാർഷിക കോളേജ്, പടന്നക്കാട്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 046722829699. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഒക്ടോബർ 15, 16, 17 തീയതികളിൽ കറവ പശു പരിശീലനം, 19, 20, 21 തീയതികളിൽ മുട്ടക്കോഴി വളർത്തൽ, 27, 28 തീയതികളിൽ ആട് വളർത്തൽ എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർക്ക് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04829234 സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഏർപ്പെടുത്തിയിട്ടുള്ള അക്ഷയശ്രീ അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. 3 വർഷത്തിന്മേൽ പൂർണ്ണമായും ജൈവ കൃഷി ചെയ്യുന്ന കർഷകരെയാണ് അവാർഡിന് പരിഗണിക്കുക. ഡിസംബർ 20 മുൻപായി അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 9441145526. പത്തനംതിട്ട കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ചക്കയിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. ഇടിച്ചക്ക വിളഞ്ഞത്, വിളയാത്തത് തുടങ്ങി പഴുത്ത ചക്ക വരെ സംസ്കരിച്ച് സൂക്ഷിക്കുവാനും അവയിൽ നിന്ന് വിഭവങ്ങൾ ഉണ്ടാക്കുവാനും പറ്റുന്ന സാങ്കേതിക വിദ്യ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാണ്. വീട്ടാവശ്യത്തിനും ഒരു തൊഴിൽ സംരംഭം എന്ന നിലയ്ക്കും ചക്ക ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകും. 3 ദിവസമാണ് പരിശീലനം നൽകുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 046926629094. കോട്ടയം സോഷ്യൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിന്റെയും ആകാശവാണിയുടെയും സഹകരണത്തോടെ 18ാമത് ചൈതന്യ കാർഷിക മേളയും സ്വയാശ്രയ സംഘ മഹോത്സവവും 2015 നവംബർ 18 മുതൽ 22 വരെ കോട്ടയം തെള്ളകത്ത് സംഘടിപ്പിക്കുന്നു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 10,700 രൂപ, കോഴിക്കോട് 11,600, തൃശൂർ 10,600. കൊപ്ര കൊച്ചി 7,230, കോഴിക്കോട് 7,600, തൃശൂർ 7,100. കുരുമുളക് അൺഗാർബിൾഡ് 63,600, ഗാർബിൾഡ് 66,600. ചുക്ക് മീഡിയം 19,000, ബെസ്റ്റ് 20,500. മഞ്ഞൾ സേലം 7,700, ഈറോഡിൽ 8,000. അടയ്ക്ക 21,000 മുതൽ 24,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,400, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 10,700 രൂപ, കൊപ്ര 7,230, പിണ്ണാക്ക് എക്സ്പെല്ല 2,100, റോട്ടറി 2,400, കുരുമുളക് അൺഗാർബിൾഡ് 63,600, ഗാർബിൾഡ് 66,600. ചുക്ക് മീഡിയം 19,000, ബെസ്റ്റ് 20,500. അടയ്ക്ക പുതിയത് 21,000 രൂപ മുതൽ 24,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160 മുതൽ 200 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 350 മുതൽ 370 വരെ. ജാതിപത്രി 550 മുതൽ 900 വരെ. ഗ്രാമ്പു 775 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിന്റലിന് 11,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,500. ഒട്ടുപാൽ 7,700, ലാറ്റക്സ് 8,400 രൂപ. കമ്പോള അവലോകനം. കേരളം തുലാവർഷത്തെ ഉറ്റുനോക്കുന്നു. കാലവർഷം ദുർബലമായത് പല വിളകളുടെയും ഉൽപാദനത്തെ ബാധിച്ചെങ്കിലും തുലാവർഷം സജീവമായാൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപാദനം ഉയരും. തെക്കൻ കേരളത്തിൽ നിന്നുള്ള പുതിയ കുരുമുളകിനായി കാത്തുനിൽക്കുകയാണ് സത്ത് നിർമ്മാതാക്കൾ. ഹൈറേഞ്ചിലെ ലേലകേന്ദ്രങ്ങളിൽ വലിപ്പം കുറഞ്ഞ ഏലക്ക ഉയർന്ന അളവിൽ വിൽപ്പനയ്ക്കെത്തി. പൺമേട്ടിൽ നടന്ന ലേലത്തിൽ ഉത്തരേന്ത്യക്കാർ മികച്ച ഇനങ്ങൾ കിലോ 895 രൂപയ്ക്ക് ശേഖരിച്ചു. മുംബൈ ഭക്ഷ്യ എണ്ണ വിപണിയിലെ ഉണർവ് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോപ്പയാട്ട് വ്യവസായികൾ. റബ്ബർ അവധി നിരക്കുകൾ ഉയർന്നതിന്റെ ചുവടുപിടിച്ച് 4ാം ഗ്രേഡ് കിലോ 115 രൂപയായി വർദ്ധിച്ചു. കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33, 25.9. കൊച്ചി 31.2, 23.6. ആലപ്പുഴ 32.5, 25.3. പുനലൂർ 32.5, 23.6. തിരുവനന്തപുരം 31.8, 25 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.